Assalamualaikum. Welcome back to Daily Dishes. ഇന്ന് ഞാൻ അരിപ്പൊടി വെച്ചിട്ട് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആയും സ്നാക്ക് ആയൊക്കെ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ഉണ്ടാക്കിയെടുക്കാനും നല്ല എളുപ്പമാണ് കേട്ടോ. ഒരു 10 മിനിറ്റിന് താഴെ സമയം മതി ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് ഇത് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ബൗളിലേക്ക് ആദ്യം ഒരു കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വർക്കൊന്നും ചെയ്യാത്ത സാധാരണ അരിപ്പൊടിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇതിലേക്ക് 1/4 കപ്പ് റവ ചേർത്ത് കൊടുക്കാം. റവയും വറുക്കാത്ത റവയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ 1/4 കപ്പ് തൈരും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ദോശക്കൊക്കെ കലക്കിയെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കട്ടിയായിട്ടൊന്ന് കലക്കിയെടുക്കാം. വെള്ളം കുറച്ചായിട്ട് ചേർത്ത് കൊടുത്തിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ആകെ 1 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചിലപ്പോൾ നമ്മൾ എടുക്കുന്ന പൊടിയിലേക്ക് കുറച്ചും കൂടി കൂടുതലോ അല്ലെങ്കിൽ കുറവൊക്കെ വെള്ളമായെന്നും വരും കേട്ടോ. ഇനി ഇത് കട്ടകളൊന്നും ഇല്ലാതെ നന്നായിട്ടൊന്ന് കലക്കിയെടുക്കാം. ഈ ഒരു കട്ടിയിൽ വേണം കലക്കിയെടുക്കാൻ. ദോശക്കൊക്കെ കലക്കിയെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടി കട്ടിയായിട്ട്. ഇനി ഇതൊരു 5 മിനിറ്റ് മൂടി വെച്ച് മാറ്റി വെക്കാം. അപ്പോഴേക്ക് നമ്മളിതിൽ ചേർത്തുള്ള റവയൊക്കെ ഒന്ന് കുതിർന്ന് വന്നോളും. ഒരു 5 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. റവ കൂടുതലായിട്ട് കുതിർന്ന് പോകരുത്. എന്നാലും നമ്മൾ ഈ സ്നാക്ക് തയ്യാറാക്കി എടുക്കുമ്പോൾ അതിൻ്റെ പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് വരുള്ളൂ. ഇനി ഇതിലേക്ക് ഒരു സവാള നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ 1/2 കപ്പോളം സവാളയുണ്ട്. പിന്നെ 2 പച്ചമുളക്, അതും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ എരിവ് കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, പിന്നെ കുറച്ച് കറിവേപ്പില, എല്ലാതും നല്ല ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് തന്നെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂടി പോണ്ട, ഒരു നുള്ള് മതി. ഇനി ഇതൊന്നും കൂടി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ചുട്ടെടുക്കാം. ബേക്കിംഗ് സോഡ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സമയം വെക്കരുത്, പെട്ടെന്ന് ചുട്ടെടുക്കണം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി നമ്മൾ ഉണ്ണിയപ്പമൊക്കെ തയ്യാറാക്കുന്ന ചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കിയ ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഓരോരോ കുഴിയിലും 1/4 ടീസ്പൂണോളം ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഓയിൽ ചൂടായി വന്നാൽ നമ്മൾ തയ്യാറാക്കി വെച്ചുള്ള മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ കുഴി നിറയുന്ന വരെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. നമ്മളിതിലധികം ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കാത്തതുകൊണ്ട് അധികം ഒന്നും പൊങ്ങി വരില്ല. ഇനി ഇത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. മീഡിയം ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് വെച്ച് കൊടുത്താൽ മതി. ഒരു 3 മിനിറ്റൊക്കെ ആയാൽ ഇതൊന്ന് തുറന്ന് നോക്കിയിട്ട് എല്ലാതും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതിൻ്റെ പുറംഭാഗമൊക്കെ ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാതും ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് വീണ്ടും മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റും കൂടി വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഈ സ്നാക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ മാറ്റി കൊടുക്കാം. പുറംഭാഗമൊക്കെ നല്ല ക്രിസ്പി ആയിട്ട് ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത് നമുക്ക് സ്നാക്കായിട്ടും അല്ലെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ എടുക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. ഇത് നമ്മൾ തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അധികം ഓയിലൊന്നും യൂസ് ചെയ്തിട്ടുമില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കിയിട്ട് അഭിപ്രായം എന്നെ കമൻറ്റിലൂടെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അപ്പോൾ അടുത്ത നല്ലൊരു റെസിപ്പി ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.